പടച്ചറപ്പേ എനിക്ക് തീരെ വയ്യല്ലോ. വീട്ടിലുള്ളവരൊക്കെ ഇവിടെ പോയി. ആരെങ്കിലും ഒന്ന് ഓടണേ. വയ്യായേ. എനിക്കൊന്നും പറ്റിയിട്ടില്ല എൻ്റെ അനസി മോളെ. എനിക്ക് വല്ലാത്തൊരു കയക്കും ക്ഷീണം. ഞാനപ്പോൾ കട്ടില് കണ്ടിടത്ത് അങ്ങ് വന്ന് കിടന്നതാടി. അവനെ വിളിക്കാനൊന്നും നിൽക്കണ്ട. അവനെ പണി കഴിഞ്ഞ് ഇപ്പം അങ്ങ് വന്നതല്ലേ ഉള്ളൂ. അവനൊരു ഭാഗത്ത് കിടന്നോട്ടെ ഡാൻസി. അവനെ വിളിക്കണ്ട. എന്താ അമ്മ അൻസി ഇങ്ങനെ വിളിച്ച് പോകുന്നത് എന്തിനാ? എന്താ നിങ്ങൾക്ക് പറ്റിയേ? എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? അകത്തോട്ട് പോരി. എടാ പെട്ടെന്നൊരു കുഴക്കും തലമിന്നിച്ച് എല്ലാം കൂടെ വന്നപ്പോൾ ഞാൻ കിട്ടിയിടത്ത് അങ്ങ് കിടന്നു പോയതാടാ. എനിക്ക് വയ്യായിരുന്നു. പെട്ടെന്ന് കുഴക്ക് ക്ഷീണം വന്നെങ്കിൽ ഇന്നെന്താ ഇൻസുലിനും ഷുഗറിന്റെ മരുന്നൊന്നും കുടിച്ചില്ലേ? എന്താ പടച്ചോനെ, ഞാനതങ്ങ് മറന്നു പോയടാ. വെറുതെ അല്ല, ഓരോ അസുഖം പിടിച്ചു വരുത്തല്ലേ. ഇൻസുലിൻ വെച്ചാൽ ഇതിന് പ്രശ്നമുള്ളൂ. അത് വെക്കേണ്ട സമയത്ത് വെക്കണം. എപ്പോഴെങ്കിലും വെച്ചിട്ട് കാര്യമില്ല. അതാ ഇതുപോലെ അങ്ങ് വരും. എന്തായാലും ഇപ്പൊ ഒരു ഡോസ് അങ്ങ് വെച്ചേക്കാം. എന്റെ അനസിക്കുട്ടി മറന്നു പോയി. ഓക്കെ എന്റെ അൻസിമോളെ, മാമനെ കുടിച്ചിട്ടോ ഒന്നും അരച്ചിട്ടോ ഒന്നുമില്ല. ക്ഷീണം കൊണ്ട് കുറച്ചു നേരം അങ്ങ് മയങ്ങിപ്പോയി. അപ്പോഴാ നിന്റെ ആർപ്പും വിളിയും കേട്ടത്. പെട്ടെന്ന് ഇങ്ങ് ഓടി വന്നു. എന്താ പറ്റിയെന്ന് അറിയാനേ. അയ്യോ. എടാ മോനെ, എന്നാ നീ പോയി അങ്ങ് കിടന്നാ കുറച്ചു നേരം. നിനക്ക് ബുദ്ധിമുട്ടായോ? പശുക്കളൊക്കെ ഇങ്ങ് കൂവുന്നുണ്ടല്ലോടി. പുല്ലും വായിക്കാനൊക്കെ ഉണ്ടാക്കും. എന്തെങ്കിലും ഒന്ന് അവറ്റിങ്ങൾക്ക് ഇട്ടു മോളെ. ആ സിറിഞ്ച് എവിടെ വെച്ചിട്ടില്ലടി? എന്റെ കയ്യിൽ ഞാൻ കാണുന്നുണ്ടല്ലോ.